കണ്ടില്ലേ, എല്ലാവർക്കും ഓരോരോ പേര്. ഞാൻ മാത്രം എന്തിനാണ് പേരല്ലാണ്ട് നിൽക്കുന്നത് അല്ലേ? രോഹിത് പറഞ്ഞു വിട്ടാ നിന്നെ? രോഹിത്തിനെ പറഞ്ഞു വിട്ടില്ല. പിന്നെ ഇത് ഇവിടുത്തെ എന്റെ പേര്. ഞാൻ രാധയാണെങ്കിൽ ഇതാരായിരിക്കും? രാധാകൃഷ്ണൻ. പുള്ളിയോട് ഒന്ന് എടുക്കാൻ പറ, നമുക്ക് പേരെടുത്തു എന്ന് പറയാം. ഇത് നീ രാധയാണെങ്കിൽ അത് രാജു. അല്ല, അപ്പൊ കുട്ടൂസിന്റെ ഡയറി ആര്? ഒരു ഇതും കൂടെ ഞാൻ തരാം. പറയാം എന്തായത്? ധനം കണ്ടുപിടിച്ചത് ആരാണ്? രാധേ. ധനം കണ്ടുപിടിച്ചത് കണ്ണൻ. കണ്ണനല്ല, കൃഷ്ണൻ. സെയിം കണ്ണൻ. അല്ല, എന്നാലും ചേട്ടന്റെ പേര് കൃഷ്ണൻ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ ചിരി കണ്ടറിയാം, കൃഷ്ണൻ. നല്ലതല്ലേ ചിരി? അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനായിരിക്കും ഈ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നേന്നുള്ളത്? അതാ അറിയേണ്ടത്. ഞാനേ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ആരെ ഗസ്റ്റ് ഒന്നും എനിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ കൊറിഡോറിൽ കൂടെ പോയപ്പോ ഞാൻ വിചാരിച്ചു ആരായിരിക്കും നടക്കുമ്പോ മണിയമ്പിള്ള രാജേട്ടൻ നമ്മുടെ റൂമിന്റെ അന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേ മണിയമ്പിള്ള ചേട്ടാണോ? അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ പോയിട്ട് ഇന്ന് ആ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും പൃഥ്വിരാജിന്റെ സൗണ്ട്. രാജുവായിട്ട് ഇതിപ്പോ എന്താ എനിക്ക് കൺഫ്യൂഷനായി. അമ്മയുടെ മീറ്റിംഗ് നടക്കുന്നു. അല്ല, ഞാൻ വിചാരിച്ചു എഡിറ്റിങ്ങിന്റെ എന്തെങ്കിലും അമ്മയുടെ മീറ്റിംഗ് നടക്കുകയാണ്. അമ്മായി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും നടക്കുന്നതെന്നുള്ളത്. അല്ല, അപ്പൊ വേറെ കുറെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ആ വാതിലിൽ പോയി ഞാനൊന്ന് മുട്ടി ഡോർ തുറന്നപ്പോ ആരാ ഈ പുള്ളിക്കാരൻ നമ്മുടെ ഈ ഒരു അമൃത ടിവിയുടെ സ്റ്റുഡിയോയിലെ ഡിജിറ്റൽ ടീമിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ. കൃഷ്ണൻ ചേട്ടൻ എന്ന് വിളിക്കാൻ പ്രായമുണ്ടോ? ഉണ്ട്. സമാധാനം. ഞാൻ ചെറുപ്പം ഇങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന് കുറച്ച് മിമിക്രി ഒക്കെ കാണിച്ച് സൗണ്ട് ഒക്കെ എടുത്ത് നമ്മളെയൊക്കെ അങ്ങ് ഞെട്ടിച്ചാലോ എന്നല്ലേ? പിന്നെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമല്ലേ? അപ്പൊ ഞാൻ ആദ്യം കേട്ടത് മണിയമ്പിള്ള രാജേട്ടന്റെ വോയിസ് എടുക്കുന്നതായിരുന്നു. ഞാൻ ആ റൂമിൽ കൂടെ വരുന്ന കേട്ടത്. അത് നമുക്ക് ഇവിടെ ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? ആ ശരി, ആദ്യം നമുക്ക് മണിയമ്പിള്ള രാജേട്ടന്റെ സൗണ്ട് കേൾക്കാം. അത്ര വലിയ വാചകമൊന്നും ഓടിക്കണ്ടേ, പറയുമ്പോ മുഴുവൻ പറയണമായിരുന്നു. നീ പറയണമായിരുന്നു കൊച്ചിന്റെ തന്തയുടെ അഭിനയിക്കാൻ പറയുമ്പോ കൊച്ചിന്റെ പേര് നീ പറയണമായിരുന്നു. ഓ, അങ്ങനെ എന്നെ മാത്രം കാണാനാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എടാ, ഈ പെണ്ണെ ഭർത്താപ്പനെ അഭിനയിച്ച 50,000 രൂപ തരാൻ ടെലിഗ്രാം അടിച്ചോളാം ഞാൻ വന്നത്. സാർ, യവനാണ് ഫ്രോഡ്. സത്യം ഞാൻ പറയാം, ഇവന് ഞാൻ നീനെ ഒരു കോളേജിലാണ് പഠിച്ചിരുന്നത്. ഇവർ തമ്മിൽ പ്രേമമായിരുന്നു. ഒടുവിലൊരു ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി 1000 രൂപ എന്നെയാണ് പറഞ്ഞയച്ചത്. സാർ, നീനെ അനുസരിച്ചില്ല, തട്ടിക്കളെ ഭീഷണിപ്പെടുത്തി, എന്നിട്ട് കയറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഈ അവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാർ, ഈ കൊച്ച് അവൻ്റെ തന്നെയാണ്. സ്പെഷ്യലി രാജു ചേട്ടനാണ് എന്നെ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത്. എന്റെ അനശ്വരൻ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. സോ ഫോർ മീ ദിസ് ഇസ് അന്നത്തെ രാജു ചേട്ടന്റെ ഒരു സൗണ്ടാണ്. ഇന്ന് കുറച്ചും കൂടി ഒരു മാറിയിട്ടുണ്ട്, പക്ഷെ അന്നത്തെ രാജു ചേട്ടന്റെ സൗണ്ടാണ്. എനിക്കും പറയാനുണ്ട്. എന്നെയും ആദ്യമായി മലയാള സിനിമയുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന ആളാണ് മണിയമ്പിള്ള രാജേട്ടൻ. തത്സമയം ഒരു പെൺകുട്ടി. നമ്മള് മിമിക്രി ആർട്ടിസ്റ്റുകള് ഡയലോഗ് പറയുമ്പോ അത് ഇത്തിരി കൂട്ടി പറയും. ഇത് കറക്റ്റ് സൂപ്പറായിട്ട് ഭയങ്കര ഫുൾ ഡയലോഗും പറഞ്ഞു സൂപ്പറായിട്ട്. എങ്കിൽ അടുത്ത നമുക്ക് കേട്ടാലോ? പൃഥ്വിരാജ്. യെസ്. അദ്ദേഹത്തിന്റെ നന്ദനം എന്ന മൂവിയിലെ ശബ്ദം ആദ്യം 20 വയസ്സിൽ അഭിനയിച്ച സിനിമയാണ് അത്. ആദ്യം അപ്പൊ അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോകുക അമേരിക്കക്ക്, ഒരു ജോലി, അതിന്റെ കൂടെ പഠിത്തം. ഓ, ഇവിടെ പിന്നെ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല. യേശുദാസിന്റെ പാട്ട്, ഹോമിയോ മെഡിസിൻ, പിന്നെ പറയാൻ ആ കുട്ടി ബാലാമണി. അയ്യോ, ഇത് സൂപ്പർ. ഈ നന്ദനമൊക്കെ വളരെ റെയറാണ് ഈ പരിപാടി. സൂപ്പർ. 1-2 വാക്കുകളുടെ നമ്മൾ പറയില്ലേ പ്രൊനൗൺസിയേഷൻ, ആ മോഡുലേഷൻ, ആ സൗണ്ട് സൂപ്പർവായിരുന്നു. രാജേന്റെ ഈ ഒരു മോഡുലേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഇനി സ്വപ്നക്കൂടില് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം അതുകൊണ്ട് കേൾക്കാം. ഓ, അപ്പൊ ഇയാളെ സമ്മതിച്ചു, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇയാളെ സമ്മതിച്ചു. ഗുഡ്, വെരി ഗുഡ്. പക്ഷെ കുഞ്ഞുഞ്ഞിന് ഒരു സവിശേഷ സ്വഭാവമുണ്ട്. പുറകെ നടന്ന് പെൺകുട്ടി വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുഞ്ഞിന് ത്രില്ല് പോകും. അങ്ങനെ ത്രില്ല് പോയ പെൺകുട്ടികളിൽ അവസാനത്തേത് കമലച്ചേടത്തി. ഇനി നമുക്കെല്ലാം മറക്കാം, എല്ലാം. ഇന്റർവ്യൂ വോയിസ് ഇപ്പൊ ഞാൻ വിചാരിക്കാണ്, ഞാനിപ്പോ കാരവാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് പേര് എന്നെ നോക്കി കൈ കാണിക്കും, ചിരിക്കും. അവരെയൊക്കെ നോക്കി ഞാനും കൈ കാണിക്കണം, ചിരിക്കണം. സി, ഓഫ് കോഴ്സ് എനിക്ക് ചെയ്യാൻ സാധിക്കും, ബിക്കോസ് ഐ ആം ആൻ ആക്ടർ.
പക്ഷെ ഒരിക്കലും അത് പൃഥ്വിരാജ് എന്ന വ്യക്തിയല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഞാനായി തന്നെ തുടരാം. അതുകൊണ്ടുണ്ടായേക്കാവുന്ന കോൺസിക്വൻസസ് അത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറുമാണ്. കോൺസിക്വൻസസ് സൂപ്പർ. സൂപ്പർ കൊള്ളാം. Thank you, madam. പെർഫെക്റ്റ്. ഈ പറഞ്ഞാലും ശരിയാട്ടോ, മോഡുലേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും കൂടുതലാണ്. എന്താ അറിയോ, രാജുവിന്റെ ഇന്നത്തെ രാജുവും നന്ദനത്തിന്റെ രാജുവിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അതെ. മൂപ്പര് ആ കറക്റ്റ് വാക്കുകളാണ് നമുക്ക് ഓരോരോ ഘട്ടത്തിന്റെ രാജുവിന്റെ സംസാരത്തില് ഒരു ആഡഡ് വൊക്കാബുലറി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ അതിൽ കറക്റ്റ് അവന് കോൺസിക്വൻസസ്. അതാണ് രാജു ഇന്നത്തെ ഒരു യുനോ നമുക്ക് റിലേറ്റ് ചെയ്യാം. അതാണ് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനിയുണ്ട് ലിസ്റ്റ്. കമോൺ എടുക്ക്, അടുത്ത കേക്കട്ടെ. ഇനി ഇന്നസെന്റിന്റെ വോയിസ് ആണ്. ഓക്കെ ഇന്നസെന്റ് സാറിന്റെ കാക്കക്കുയിലെ പൊതുവാൾ എന്ന ക്യാരക്ടർ. പെർഫെക്റ്റ്. കുറെ താടി മുടിയൊക്കെ അങ്ങോട്ട് നീട്ടി പടർത്തി ഒരു വടിയും കുത്തിപ്പിടിച്ച തമ്പുരാനാ വിളിടെ. പോത്തിന്റെ ചെവിയിൽ ഭേദം ഓതിയിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും നിന്റെ പേട്ട് തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കേറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കിട്ടട പോത്തെ. ആദ്യം നിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും നിന്നെ കുറെ പറ്റിച്ചു, പിന്നെ ഞാൻ തന്നെ കുറെ പറ്റിച്ചു. ദാ ഇപ്പോ ഉണ്ണുണ്ണി കിണ്ണുണ്ണി എന്നൊക്കെ പറഞ്ഞ് രണ്ട് അലബലാദികൾ കുറെ നാളുകളായിട്ട് തന്നെ പറ്റിക്കണു. നിന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോരുത്തരും പറ്റിച്ച് നീ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ കൊട്ടത്തേങ്ങ പോലെ കൊരഞ്ഞ് ചാവും. അതാണ് നിന്റെ വിധി. ഇതിപ്പോ ഓരോ ഇതിനും നമ്മള് സൂപ്പർ ഞെട്ടിച്ചു നല്ല വേറെ വാക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്കും കിടിലും. ഫാബുലസ്. അതെ. ഓ പൊളിച്ചു. ഫാന്റാസ്റ്റിക്. മതി. കണ്ടുപിടിക്കുന്നത് ശരി. നെക്സ്റ്റ്. ഇളയ ദളപതി വിജയുടെ ശബ്ദം. പൊളിക്കും. യാരടിച്ച പൊറി കലങ്കി ഭൂമി എതിരിടുന്ന ഉടമ്പില് തെറിയതോ അവൻതാ தமிழ். என்ன பார்த்து இந்த தமிழ்நாடுல இந்த கேள்வியை கேட்கணும் முத ஆள் நீதான்டா. கொஞ்சம் திறந்து வைமா, சாருக்கு ஓடுறதுக்கு வசதியா இருக்குல்ல. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்சு நானே கேட்க மாட்டேன். Yes, Akhil. സബാഷ്. ക്യാ ബാത്. കൃഷ്ണ, രാധയ്ക്ക് വേണ്ടി ഇന്ന് ആരെയാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്? അടുത്തത് ജയറാമിന്റെ ശബ്ദമാണ്, ജയറാമേട്ടന്റെ ശബ്ദം. 5 കസിൻ നെല്ലി ആരാപത് ഒപ്പുമതുവേ മാടിക്കൊണ്ടേ താത്തന്തു പേഴ്സണൽ ആസ്തിയെല്ലാം നിനക്കേ സിഗത്തെ. എടാ, ഈ കന്നഡ ഡയലോഗിൽ എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ടറാ. എന്റെ ഡെന്നീസെ, ആ കിളവന്റെ കയ്യിൽ മുടിഞ്ഞ പണോണ്ടറാ. അത് കിട്ടിയ ഞാനൊരു കലക്കിലടാ. സൂപ്പർ. സമ്മർ ഇൻ ബെത്ലഹേം അല്ലേ? സമ്മർ ഇൻ ബെത്ലഹേമില് നമ്മുടെ ജയറാമേട്ട പോയി. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്തറിയാമോ? നമ്മള് ഒരു സ്കിറ്റ് ആയിക്കോട്ടെ അല്ലെ സ്റ്റാർ ആയിക്കോട്ടെ, ഈ സ്റ്റേജിൽ ചെയ്ത് തേഞ്ഞ് ക്ലിയർ ആവുക. ഇത് ഒരുപാട് സ്റ്റേജ് ചെയ്യാതെ തന്നെയാണ് ഇദ്ദേഹം അത്ര പെർഫെക്റ്റ് ആയിട്ട് പറയണം. അതൊരു ചെറിയ കാര്യമല്ല അത്. അതെ. അപ്പൊ നമ്മൾ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പല സ്റ്റേജ് ചെയ്യുന്നത്. അപ്പൊ അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളിയാ. നമ്മൾ തേടിയ മുത്തിനെ നമുക്ക് കിട്ടി എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇവിടുന്ന് തന്നെ ആ ഒരു മുത്തിനെ ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഗംഭീരമായിരുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. കാരണം ഇനിയും ഒരുപാട് സ്റ്റേജുകൾ ലഭിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ട്രൂപ്പിൽ ഇല്ലാന്ന് കയറപ്പോഴായിരുന്നു ഞങ്ങൾക്ക് അത്ഭുതം. പക്ഷെ ഒരുപാട് സ്റ്റേജുകൾ ലഭിക്കട്ടെ കേട്ടോ. വീട്ടിലായിരിക്കും ഉള്ളത്? വീട്ടിൽ അച്ഛനും വൈഫും, എന്റെ വൈഫും ആണ്. വൈഫ് എന്ത് ചെയ്യുവാ? വൈഫ് ഇപ്പോ PSC കോച്ചിങ് ചെയ്യുന്നുണ്ട്, ഹൗസ് വൈഫ് ആണ്. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും അമൃത ടിവിയിൽ നമ്മൾ കാണുന്ന നമ്മൾ മാത്രമല്ല പ്രേക്ഷകർ കാണുന്ന പല വീഡിയോസും അപ്ലോഡ് ഒക്കെ ചെയ്യുന്നത് ഈ ദേഹം തന്നെയാണ് അല്ലേ? പിന്നെ ഈ വീഡിയോ 1 മില്യൺ അടിക്കാൻ ചാൻസ് ഉണ്ടാവുമല്ലോ. അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റാറുകളൊക്കെ അങ്ങ് കേട്ട് പഠിച്ച് ഞാൻ ബിന്ദു പണിക്കർ ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങളാണോ? ഒരു കാര്യം ഞാൻ